ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഹെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഹെയർ കളറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അതായത് ഞാൻ ഹെയർ കളർ ചെയ്ത സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഹെയർ കളർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയൊരു കുഴപ്പം കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ഹെയർ കളർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഓരോരുത്തരുടെ ഒരു ആഗ്രഹമല്ലേ ഹെയർ കളർ ചെയ്യണം എന്നുള്ളത്. ഇപ്പം ചെയ്ത ഒരാളെ കാണുമ്പം അല്ലെങ്കിൽ ഇപ്പം മിക്കവരും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ആൾക്കാരെയും കാണുമ്പം, ചെയ്തിട്ടുള്ളവരെ കാണുമ്പോൾ ചെയ്യാത്തവർക്ക് എനിക്ക് ചെയ്താൽ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്താൽ നന്നായിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം ഞാനങ്ങനെ ചിന്തിച്ച ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്ന സമയത്ത് വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ബ്രാൻഡിൻ്റെ, ഏത് ബ്രാൻഡെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം നമുക്ക് ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമുക്ക് എന്തിനാ വീഡിയോ വെറുതെ ലെങ്താക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ നല്ലൊരു സലൂണിൽ പോയിട്ട് നല്ലൊരു ബ്രാൻഡിൻ്റെയും കാര്യങ്ങളൊക്കെയുള്ള നല്ല ഹെയർ കളേഴ്സ് വന്നിട്ട് യൂസ് ചെയ്യുക. കാര്യം നമ്മുടെ ഹെയർ ആണ്, അപ്പോൾ അതുപോലെ നമ്മൾ കെയർ കൊടുക്കണം. അതായത് അത്ര നല്ല ബ്രാൻഡിൻ്റെ അല്ലാത്ത ഏതെങ്കിലും ഹെയർ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ അത് ഒത്തിരി ഭയങ്കര നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്നിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഹെയർ കളർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ മടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ടൈം ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ലെങ്ത് ഉള്ള ഹെയർ ആയിരുന്നു. അപ്പം ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ ചില ടൈമിൽ ഹെയർ വളർത്തും, പിന്നെ കട്ട് ചെയ്യും, ഇങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് വളർന്ന് ഈ ഒരു ഇപ്പം നിൽക്കുന്ന ലെവലിൽ ഹെയർ കാണാനാണ് എനിക്കിഷ്ടം. കുറച്ചുകൂടി താഴത്തേക്ക് വന്നു കഴിയുമ്പം പിന്നെ ഞാൻ വളർത്തും. എനിക്ക് ചില ടൈമിൽ വന്നിട്ട് എനിക്ക് ഹെയർ വളർത്തണമെന്ന് തോന്നുമ്പോൾ വന്നിട്ട് ഞാൻ ഹെയർ വളർത്തും, താഴത്തേക്ക് വളർത്തും. എന്നിട്ട് പെട്ടെന്ന് ഒരു 4-5 മാസം കഴിയുമ്പം എനിക്ക് അതിനോടുള്ള ആ ഒരു ഇത് മാറി. പിന്നെ എനിക്ക് ഷോർട്ട് ഹെയർ വേണം. അപ്പം പിന്നെ ഞാൻ പോയിട്ട് മുടി മുറിക്കും. ഇതാണ് എൻ്റെ പതിവ്, ഇതാണ്. അപ്പം അങ്ങനെ ഞാൻ മുടി മുറിച്ചിട്ടൊരു വട്ടം എനിക്ക് മുടി വളരാതെയൊക്കെ വന്നിട്ടുള്ളൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിൽ. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അതായത് എൻ്റെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്, അതിന് ശേഷം എനിക്ക് ഹെയർ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ടായിരുന്നു, നല്ല തിക്കായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാണേണ്ടവർ വന്നിട്ട് താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. കാണണം എന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹെയർ കളർ, നമ്മുടെ വീഡിയോ അതാണല്ലോ ഇന്നത്തെ, ഹെയർ കളറിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഞാൻ ഹെയർ കളർ ചെയ്തതിന് ശേഷം വന്നിട്ട് എനിക്ക് ആദ്യത്തെ ഒരു 1 വീക്കൊന്നും വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മൾ ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് ആ കളറ് കുറച്ചുകൂടി ഡാർക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ചൂസ് ചെയ്ത കളർ വന്നിട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം, എൻ്റെ ഫോട്ടോ കണ്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. എനിക്ക് ഇച്ചിരി കൂടി ഡാർക്കായി വന്നു അതിന് ശേഷം വന്നിട്ടത്. അപ്പം എല്ലാവർക്കും ചിലപ്പോൾ അത് ഓരോ ഷെയ്ഡിനെ വെച്ചിട്ടും ഓരോരുത്തരുടെ ഹെയറിൻ്റെ ഹെയറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോകുന്ന ടൈമിൽ നോക്കുക. പിന്നെ നിങ്ങൾ ഹെയർ കളർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ചേരുമെന്ന് നമുക്ക് തോന്നുന്നൊരു കളർ വന്നിട്ട് ചെയ്യുക. പിന്നെ മാക്സിമം വന്നിട്ട് ഈ ഒത്തിരി ബ്ലൂ, ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സ് വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്കൊരു മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ചേരുവോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുകയോ വേണം എന്നാൽ ഒത്തിരി അങ്ങ് ഇതാകണ്ട എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ചേരുന്നത്, നിങ്ങളുടെ ഫേസിന് ചേരുന്ന ടൈപ്പിലുള്ള കളേഴ്സും കാര്യങ്ങളും നിങ്ങൾ ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക. പിന്നെ എനിക്കിത് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ കളർ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ സലൂണിൽ തന്നെ അവർ തന്നെ പറഞ്ഞു വിടും ഏത് രീതിക്ക് കെയർ ചെയ്യണമെന്ന്. അപ്പോൾ ആ രീതിക്ക് തന്നെ നിങ്ങൾ കെയർ ചെയ്യുക. പിന്നെ സിറംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹെയറിൽ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ എനിക്ക് പേഴ്സണലി ഹെയർ കളർ ചെയ്തതിന് ശേഷം എനിക്കൊരു ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹെയറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ടെക്സ്ചറേ അങ്ങ് മാറിപ്പോയി. അതായത് ഹെയർ ഇങ്ങ് ഭയങ്കര
ഭയങ്കര ഫ്രിസിയായി, എന്താ പറയാൻ, ഇപ്പം ഭയങ്കര ചകിരി പോലെയായി. അതായത് ഈ നമ്മൾ ചകിരിയൊക്കെ എടുക്കത്തില്ലേ, ചകിരി എടുക്കുമ്പോൾ ഇരിക്കുന്ന പോലെയാവും എൻ്റെ ഹെയർ വന്നിട്ട് അങ്ങനെയായി. അപ്പം മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മിക്കവരും ഹെയർ കളർ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരും ഒക്കെ പറയുന്ന ഒരു സെയിം കാര്യം ഇത് തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ഹെയർ വന്നിട്ട് ഭയങ്കര ഡാമേജ് ആയിപ്പോയിട്ട് അങ്ങ് അത് പക്ഷേ നമുക്ക് വെട്ടിക്കളഞ്ഞ് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അതായത് നിങ്ങൾ ഹെയർ കളർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് ഇത്രയും നമ്മുടെ ഹെഡിലോട്ടൊന്നും കയറ്റി ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു പോർഷനിൽ വന്നിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. കാര്യം മേളിലേക്ക് കയറ്റി ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ഹെയർ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ, ഭയങ്കരമായിട്ട് ചകിരി പോലെയാകും. അതായത് കാണാനും നമ്മൾ എത്ര എണ്ണയും കാര്യങ്ങളും എത്ര ഓയിലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താലും ഇതിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരുമാതിരി ചകിരി പോലെ ഇരിക്കും. കാണാൻ വലിയ രസമൊന്നും ഉണ്ടാകത്തില്ല. ഹെയർ കളർ ചെയ്തതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഒരു 1-2 മാസം ഉണ്ടാകും. പക്ഷെ ഒരു 3-ാമത്തെ മാസം തൊട്ടൊക്കെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ടും ചകിരി പോലെ ആവും. പിന്നെ എൻ്റെ ഹെയർ വന്നിട്ട് ഭയങ്കര കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻ്റെ ഹെയർ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം തിക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എൻ്റെ ഹെയർ വന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഹെയറിൽ വന്നിട്ട്. അതായത് എനിക്ക് ജന്മനാ ഉള്ള എൻ്റെ ഹെയർ ആണിത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റൺ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ഹെയർ ഇങ്ങനെയാണ്, അതായത് എൻ്റെ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ്, ഈ ഒരു രീതിക്ക് കിടക്കുന്നതാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹെയറിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ, കോളേജിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിലും പിന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നു കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഹെയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, മോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. അത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മൂത്തനിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പം ഇതിൻ്റെ താഴെ വന്നിട്ട് ഞാൻ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ ചിലപ്പോൾ ആൾക്കാർ കാണും. അതെന്താ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വെയിറ്റ് ഗെയിൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര നമ്മൾ ജെന്യുവിനായിട്ടുള്ളൊരു കാര്യം പറയുമ്പം അതിനെ അത് അങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും, ഉള്ളിൽ വന്നിട്ടൊരു വിഷമം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് വെറുതെ ആയിപ്പോവും, തോന്നാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ വീഡിയോസ് ഇടുന്നതും നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഇപ്പം എന്നെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്, ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിൽ. ഞാൻ യൂട്യൂബിൽ ഒരു സ്റ്റാർട്ടായിട്ടുള്ള ഒരാളാണ്, തുടക്കത്തിൽ, അതായത് ഒരു തുടക്കക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറാണ് എന്ന് പറയാം. അപ്പം ഞാൻ യൂട്യൂബ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ചിലപ്പം നമ്മൾ പറയുന്ന ടൈമിൽ വീഡിയോ കുറച്ച് ലെങ്തായി പോയേക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നേക്കാം. ലൈറ്റും കാര്യങ്ങളാണെങ്കിലും ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ എന്തായാലും. എന്നാലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക്, എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിക്ക് ഞാൻ മാക്സിമം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എന്ത് തന്നെ അഭിപ്രായമാണെങ്കിലും കുഴപ്പമില്ല, അതൊരു ഹെൽത്തി ആയിട്ടുള്ള, ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇട്ടോ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഒരു ബാഡ് കമൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമുക്ക് റിമൂവ് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. അത്രയും ബാഡായിട്ട് വരുമ്പോൾ അങ്ങനെ ഞാൻ റിമൂവ് ചെയ്തൊരു ഇതുണ്ട്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഈ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു വിഷമം തോന്നും. നിങ്ങളൊന്ന് ഒരു സൈഡ് നിങ്ങൾ തിങ്ക് ചെയ്യണം. ഇപ്പം എൻ്റെ ആ വെയിറ്റ് ഗെയിൻ ജേണി ഞാൻ ഇട്ടത് ഭയങ്കര ജെന്യുവനായിട്ട കാര്യം. ഞാനൊരു 29 അല്ല കേട്ടോ, 29-30 മേളിലേക്ക് എൻ്റെ വെയിറ്റ് വന്നിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം വരെ, അതായത് കോളേജിൽ ഞാൻ 3rd ഇയർ പഠിക്കുന്ന ടൈം വരെ വന്നിട്ട് എനിക്ക് 29-30 ഇതിന് മേളിലേക്ക് വെയിറ്റ് മെഷീനിൽ എൻ്റെ വെയിറ്റ് കൂടിയിട്ടേ ഇല്ല. എപ്പോൾ ചെക്ക് ചെയ്താലും 30 കൊണ്ട് നിൽക്കും. 31ലേക്ക് ഞാൻ ഇന്നേ വരെ എത്തിയിട്ടില്ല. അത്രയും ലോ വെയിറ്റിൽ കിടന്ന ഒരാളാണ് ഞാൻ. അപ്പം അവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിക്ക് BP ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മയങ്ങിയടിച്ച് വീഴൽ ഈ പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. എന്നാലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പം ഈ പറഞ്ഞ പോലെ വെയിറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇപ്പം അത്രയും പ്രശ്നമില്ല. എന്നാലും ചില ടൈമിൽ ഒത്തിരി വിഷമങ്ങളും അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് BP ലോ ആയി പോകാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ആ വെയിറ്റ് ഗെയിൻ നമുക്ക് ടോപ്പിക്കിലോട്ട് ഇതാ ഞാൻ പറഞ്ഞ ലെങ്ത് ആയി പോകും ചിലപ്പം. കാര്യം എനിക്കങ്ങനെ അത്രയും പറഞ്ഞ് എനിക്ക് ശീലമില്ല. അപ്പം നമ്മൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് സപ്പോർട്ട് സ്നേഹം ഇനി തന്നില്ലെങ്കിൽ പോലും നെഗറ്റീവ് പറയാണ്ടിരിക്കും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, വിട്ടിട്ട് പോയിക്കളയുക. പക്ഷേ ഈ ഒത്തിരി നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല. മീൻസ് നല്ല നെഗറ്റീവ് പറഞ്ഞു എന്ന് വെച്ചാൽ
കറക്റ്റായിട്ട് ജെന്യുവനായിട്ടുള്ള നെഗറ്റീവ് പറഞ്ഞോ, എനിക്ക് പ്രശ്നമില്ല. ഇപ്പം ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലായില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയില്ല, ഇല്ലെങ്കിൽ എന്താ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതങ്ങനല്ല, ബാഡ് കമൻസിലുള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ വെയിറ്റ് ഗെയിൻ്റെ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഗേൾസ് ഒന്നുമല്ല, ഒരു ബോയ് ആണ്. ബോയ് മീൻസ് ഇത്തിരി ഏജുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. കാര്യം മലയാളത്തിലായിരുന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ ഇതൊന്നും ഉള്ള കാര്യമല്ല, ഇതൊക്കെ ചുമ്മാതാണ് എന്ന് വെച്ചാൽ എന്താ ഇത് കണ്ടിട്ട് വലിയ ചേഞ്ച് ഒന്നും തോന്നുന്നില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ താഴെ കുറച്ച് മോശമായിട്ട് വേറെ രീതിക്ക് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയ വേറെ ഒന്നും കൊണ്ടില്ല. അങ്ങനെ കമൻറ്റ് ഇടുന്നതിലും കാര്യങ്ങളും എനിക്കൊന്നും പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ബാഡ് കമൻറ്റ് ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ മോശം വാക്കുകൾ, വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്ത് കളയാം. അങ്ങനെ ഞാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാര്യം അതിൽ ബാഡ് വേർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ വണ്ണം വെക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. എന്തൊക്കെ ചെയ്തിട്ട് വണ്ണം വെക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്തത്. അവർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് അതൊന്നും ജെനുവിനല്ല, കണ്ടിട്ട് വലിയ മാറ്റവും തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണ്ണുപൊട്ടനായിരിക്കണം. കാര്യം ഞാൻ 30 കിലോ 29-30 കിലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഗെയിൻ ചെയ്ത വെയിറ്റ് എന്ന് പറയുന്നത് 59-58 കിലോയിലോട്ടാണ് ഞാൻ മാറിയത്. ഒറ്റയടിക്കാണ് എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത്. അപ്പം നല്ലൊരു ചേഞ്ച്, നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഞാൻ എൻ്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, തംബ്നെയിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ ആർക്കായാലും മനസ്സിലാകാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ കമൻ്റ് ഇട്ട ആൾക്ക് വെറുതെ വന്നിട്ട് നെഗറ്റീവ് ഇടാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ള അതിലോ പെട്ട ഒരാളാണ്. കുഴപ്പമില്ല, പൊക്കോട്ടെ. പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അതായത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം നമുക്കത് ഈ രീതിക്ക് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് പൊക്കോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പൊക്കോ, നമുക്ക് പ്രശ്നമില്ല ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ മോശമായിട്ടുള്ള വാക്കുകൾ ഇടുകയും അതുപോലെ തന്നെ നമ്മൾ സത്യസന്ധമായിട്ട്, അതായത് ജെനുവിനായിട്ട് പറഞ്ഞൊരു കാര്യം അങ്ങനെ അല്ലെന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നും. ഇതിപ്പോൾ ഇത്രയും ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പോലും ഞാനിപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഇത് വായിച്ചത്. അത് വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ അറിയാണ്ട് ശരിക്കും പറഞ്ഞു പോയതാ. ഇത് പറയണമെന്ന് ഓർത്തൊന്നും അല്ല ഇരുന്നത്, പക്ഷേ വീഡിയോ എടുത്ത കൂട്ടത്തിൽ എൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നതുകൊണ്ട് ഞാൻ അറിയാണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇനിയിപ്പം ഈ വീഡിയോ ലെങ്ത് ആയിപ്പോയി, ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ പറഞ്ഞു ശരിയായിരിക്കും. കുറേ പേർക്കത് ചിലപ്പം ഈ വീഡിയോയിൽ നിന്ന് ടോപ്പിക്കും കാര്യങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മാറിപ്പോയി, നമ്മൾ പറയേണ്ടിയിരുന്ന കാര്യമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിനായിട്ട് വേറൊരു വീഡിയോയും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നോട് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇത് അങ്ങനെ തന്നെ അങ്ങ് വിടുവാണ്. കാര്യം നിങ്ങൾ അറിഞ്ഞോട്ടെ. അപ്പം എന്നെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പം എനിക്കൊരു 30 പേരെ സബ്സ്ക്രൈബറായിട്ട് ഇപ്പം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരാളാണുള്ളെങ്കിൽ പോലും അവരറിയാൻ വേണ്ടി പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവരായിരിക്കുമല്ലോ. അവരറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരുത്തരെ, ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും അവർക്ക് അതുപോലെ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി അറിയാം, എന്ത് കമൻറ്റ് ആരിട്ടാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് ആ വീഡിയോയിൽ തന്നെ 1-2 കമൻസും കാര്യങ്ങളൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള തിരിച്ചുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരാം, വീഡിയോയിലേക്ക് വരാം. ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കത് ഇന്നലെ തൊട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് അത് പോകത്തില്ല. അപ്പം ഞാൻ നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഷെയർ ചെയ്തത്. വീഡിയോ ചിലപ്പോൾ ലെങ്തായി പോവുകയാണ്. ടോപ്പിക്കിൽ നിന്ന് നമ്മളിപ്പോൾ കുറച്ച് നേരത്തേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ സോറി പറയുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഈ ഹെയർ വന്നിട്ട് ഭയങ്കര ചകിരി പോലെ ആവും കേട്ടോ. നമ്മൾ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ വന്നിട്ട് ഒരു 1-2 മാസം കഴിയുമ്പോൾ നല്ല രീതിക്ക് ഹെയർ വന്നിട്ടൊരു ചകിരി രീതിക്കാവും. നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു സ്മൂത്തൻ കാര്യങ്ങളൊക്കെ പോവും. എൻ്റെ ഹെയർ ഓൾറെഡി നല്ല ഇതിപ്പോൾ കിടക്കുന്ന ഹെയറില്ല, ആ രീതിക്കായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ട്, ഈ ചകിരി പോലെ ആയി വന്നതുകൊണ്ട് ഞാൻ വന്നിട്ട് എൻ്റെ ഹെയർ കട്ട് ചെയ്തു. ആ ഹെയർ കളർ ചെയ്ത് കുറച്ചുകൂടി എനിക്ക് ലെങ്തിലുണ്ടായിരുന്നു, ഹെയർ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടൈം കൂടി ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇപ്പം ഒട്ടും ഇപ്പം ഇവിടെ നോക്കിയാലും എൻ്റെ ഹെയറിൽ വന്നിട്ട്
ഹെയർ കളർ കാണത്തില്ല. ബാക്കിലും ഒന്നും ഇല്ല കേട്ടോ, ബാക്കിലേക്ക് ഹെയർ കിടപ്പുണ്ട്, ബാക്കിലും ഒന്നും ഇല്ല. കാര്യം ഞാൻ ഇവിടെ വെച്ചിട്ടാണ്. അപ്പം ഞാൻ മേളിലേക്ക് ഹെയർ കളർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ താഴത്തേക്കാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ഒരിക്കലും ടോപ്പിൽ നിന്നിട്ട് ഹെയർ കളർ ചെയ്യരുത്. താഴത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരു 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേളിലേക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത്രയുള്ള മെയിനായിട്ട് എനിക്ക് തോന്നിയ ഇഷ്യൂ ഇതാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഹെയർ കെയർ ചെയ്യുക. നമ്മൾ എത്ര ഓയിലും കാര്യങ്ങളും ഒക്കെ തല അപ്ലൈ ചെയ്താലും ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഓയിൽ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് പോകാതിരിക്കുക. പിന്നെ സെറം കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. അതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കരുത്. ഹെയർ കളർ ചെയ്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തായിട്ട് ഇപ്പം തന്നെ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ടാവും. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ, ഞാൻ എന്തായാലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ട് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ എന്തെങ്കിലും സജഷൻസ് വെക്കാനുണ്ടെങ്കിൽ, എൻ്റെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അതിലൊക്കെ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് എന്നെ അറിയിക്കുക. കാര്യം എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് പറയുക. അത്യാവശ്യം കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലാഗ് ആകണ്ട, ലെങ്തായി പോകണ്ട എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയുക. നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, അത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കാൻ, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ദയവ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് മാത്രമാണ്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ഇടാതിരിക്കും. മറ്റെന്ത് കമൻറ്റ് വേണമെങ്കിലും ഇട്ടോളൂ, പ്രശ്നമില്ല. പക്ഷേ ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഇടല്ലേ. അത് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഇതിൽ നിന്നല്ല, ആരുടെയും ചാനലിൽ വന്നിട്ട് നിങ്ങൾ ബാഡ് വേർഡ്സ് കൊണ്ടിടല്ലേ. എല്ലാവർക്കും അത് പേഴ്സണലി ഒത്തിരി ഹേർട്ടാവും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കമൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇടണം. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും ഒക്കെ പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം, ടോപ്പിക്ക് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയാം, അതൊക്കെ പ്രസൻറ്റേഷൻ ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബറിലൂടെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നോക്കാം.